പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഇപ്പോൾ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതിപ്പോൾ ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, ലൈവ് ആയിക്കോട്ടെ, എല്ലാത്തിനും അത് മാറ്റാനുള്ള ഇതുണ്ട് അല്ലേ. അപ്പോൾ അത് മാറ്റുന്ന രീതിയും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ, അത് നമുക്കറിയാം. പക്ഷെ അത് വരാതെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഇപ്പോൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അതപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അത് ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അത് ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും അതുപോലെ ലൈവ് ആയാലും അതെല്ലാം മാറ്റുന്ന രീതി കറക്റ്റായിട്ട് അത് കാണിച്ചു തരും നിങ്ങൾക്ക്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അത് കണ്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഈ വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നമുക്ക് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ കോപ്പിറൈറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ക്രോം വഴി വൈറ്റ് സ്റ്റുഡിയോ പോകണം. വൈറ്റ് സ്റ്റുഡിയോ പോയാൽ മാത്രമേ നമുക്ക് ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, നമ്മുടെ ലൈവ് ആയിക്കോട്ടെ, അത് കോപ്പിറൈറ്റ് മാറ്റാൻ വേണ്ടി നമുക്ക് അവിടെ വൈറ്റ് സ്റ്റുഡിയോ പോയാൽ മാത്രമേ അത് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ക്രോം ഓപ്പൺ ചെയ്തിട്ട് studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ പോവുക. വൈറ്റ് സ്റ്റുഡിയോ പോയി അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അവിടെയായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് നമുക്ക് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കണ്ടന്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നത് നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാം കാണിക്കും അല്ലേ. അതായത് തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുന്നുണ്ടല്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ലൈവ് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഏതിലാണോ നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത് അതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത് അല്ലേ. വീഡിയോസിൽ അഥവാ നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസ് എന്നുള്ളതിൽ ടച്ച് ചെയ്യുക. മുകളിലായിട്ട് വീഡിയോസ് എന്ന് കാണുന്നില്ലേ, അപ്പോൾ അവിടെയായിട്ട് ടച്ച് ചെയ്ത് കഴിയുന്നത് മൊത്തം വീഡിയോസ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കിങ്ങനെ ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും, ഫിൽറ്റർ എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഫിൽറ്റർ എന്നുള്ളിടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിയുന്നത് ഇവിടെയായിട്ട് ഒരുപാട് ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, കോപ്പിറൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് വീഡിയോസിൽ ഏതെങ്കിലും വീഡിയോസിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ നമുക്ക് ഷോ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെയായിട്ട് ഒരു വീഡിയോയും കോപ്പിറൈറ്റ് ഉള്ള ഒരു വീഡിയോയും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്തത് ഷോർട്ട് വീഡിയോയുടെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ നോക്കേണ്ട രീതി നിങ്ങൾ ഈ രീതിയിലാണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് ഞാൻ കാണിക്കുന്നത്. ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയായിട്ട് നമുക്ക് എല്ലാ ഷോർട്ട് വീഡിയോയും കാണിക്കും അല്ലേ. അപ്പോൾ അവിടെയായിട്ട് ഫിൽറ്റർ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നത് നമുക്ക് കോപ്പിറൈറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. ആ കോപ്പിറൈറ്റിൽ ടച്ച് ചെയ്ത് കഴിയുന്നത് ഏതെങ്കിലും വീഡിയോ നമുക്ക് കോപ്പിറൈറ്റ് ഷോർട്ട് വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ഷോ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് എല്ലാത്തിലും കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് ഞാൻ വീണ്ടും അത് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇനി ലൈവിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ്. ലൈവിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ലൈവ് എന്നുള്ള ഓപ്ഷനിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം മുകളിലായിട്ട് ഫിൽറ്റർ എന്നുള്ളതിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുന്നത് അവിടെയായിട്ട് കോപ്പിറൈറ്റ് എന്ന് കാണിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് എന്ന് കാണിച്ചു കഴിയുന്നത് ആ കോപ്പിറൈറ്റിൽ ടച്ച് ചെയ്ത് കഴിയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ്, അതായത് ഏതെങ്കിലും ലൈവിലെ അത് ഇന്നതെന്നില്ല, ഏത് ലൈവിലെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ആ ലൈവ് ഇവിടെ ഷോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇത് മാറ്റുന്ന രീതി പറഞ്ഞുതരാം. ആ മാറ്റുന്ന രീതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വന്നു എന്ന് വിചാരിക്കുക. ഇതേ രീതി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാത്തിലും നോക്കേണ്ടത് കേട്ടോ. ഇതേ രീതി തന്നെയാണ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും. ഓക്കെ, ഞാൻ അത് നോക്കുന്ന രീതി ഞാൻ പറഞ്ഞു, ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് നോക്കേണ്ടതും. നോക്കി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇനി കോപ്പിറൈറ്റ് മാറ്റുന്ന രീതി. ഓക്കെ, നമ്മൾ കോപ്പിറൈറ്റ് എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിയുന്നത് ഇതുപോലെ കോപ്പിറൈറ്റ് ഏതെങ്കിലും ലൈവിൽ കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ഷോ ചെയ്യും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അത് എനിക്ക് കോപ്പിറൈറ്റ് വന്നതല്ല, ഞാൻ മറ്റൊരാൾക്ക് കോപ്പിറൈറ്റ് ശരിയാക്കി കൊടുത്ത അതിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഓക്കെ, ആ കോപ്പിറൈറ്റ് വന്ന ആ ലൈവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ടൈറ്റിൽ എടുത്തില്ലേ, ആ ടൈറ്റിൽ കാണുന്നില്ലേ, ആ ടൈറ്റിലിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുന്നതന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരും. ഓക്കെ,
പ്രത്യേകം ഓർക്കുക, കോപ്പിറൈറ്റ് മാറ്റാൻ വേണ്ടിയുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ആ ടൈറ്റിൽ ഏത് കോപ്പിറൈറ്റ് ഉള്ള ഏത് വീഡിയോ കാണിക്കുന്നുണ്ടോ ആ വീഡിയോയുടെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ടൈറ്റിൽ കൊടുക്കും. ആ ടൈറ്റിലാണ് ടച്ച് ചെയ്യേണ്ടത് കേട്ടോ. ആ ടൈറ്റിൽ ടച്ച് ചെയ്ത് കഴിയുന്നതന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ആ പേജിന്റെ റൈറ്റ് സൈഡിലായിട്ട്, ആ പേജിലെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ആ വീഡിയോ ഷോ ചെയ്യുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതേമാതിരി തന്നെ കോപ്പിറൈറ്റ് എന്ന് അവിടെ കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ ആ കോപ്പിറൈറ്റ് എന്ന് കാണുന്ന അവിടോട്ട് ഒന്ന് ടച്ച് ചെയ്യുക. അവിടോട്ട് ഒന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെയായിട്ട് കാണിക്കും. എൻ്റെ ഇവിടെയായിട്ട് സി ഡീറ്റെയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണക്ക് ഓപ്ഷൻ നിങ്ങൾക്കും വരും. അപ്പൊ നിങ്ങൾ ആ സി ഡീറ്റെയിൽ എന്നുള്ളിടത്താണ് ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ആ സി ഡീറ്റെയിൽ എന്നുള്ളിടത്ത് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരും. ഓക്കെ. വീഡിയോ കോപ്പിറൈറ്റ് ഡീറ്റെയിൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വരും. ഓക്കെ. ഇപ്പോൾ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ഈ പേജിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ഇവിടെയായിട്ട് കാണിച്ചിട്ടുള്ള ആ പേജിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെയായിട്ട് ടേക്ക് ആക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെയായിട്ടാണ് നമുക്ക് അടുത്ത് ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അവിടെയായിട്ട് നിങ്ങൾ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ അടുത്ത പേജ് ഓപ്പൺ ആവും. അടുത്ത പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് അത് ഇതേ രീതിയിലായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് മാറ്റേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇവിടെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓപ്പൺ ആയ പേജിൽ 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇതിൽ ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എപ്പോഴും ബെസ്റ്റ്, എപ്പോഴും നല്ല രീതി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കുന്ന എരസ് സോങ് എന്നുള്ളതാണ്. ഓക്കെ. അതങ്ങ് നമുക്ക് അങ്ങ് മായ്ച്ചു കളയുക. ഓക്കെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നതന്നെ, അതായത് ഏറ്റവും ടോപ്പിലുള്ള, ഇതിപ്പം ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഓപ്ഷനിൽ, അതായത് ഏറ്റവും ടോപ്പിലുള്ള ആ ഇതിൽ ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സോങ് എത്രയും ഭാഗമാണോ, എത്രയും ഭാഗമുണ്ടോ അത്രയും ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ഭാഗമാണ് നിങ്ങൾ ഇത് കണക്ക് എടുത്ത് നീക്കം ചെയ്യുന്നത്. അതങ്ങ് മായ്ച്ചു കളയുകയാണ്. ഓക്കെ. അതിന്റെ തൊട്ട് താഴെയുള്ള റീപ്ലേ സോങ് എന്നുള്ളത് അത് ഞാൻ പറയാം. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ സോങ് ഇപ്പൊ ഇവിടെ കോപ്പിറൈറ്റ് വന്നിട്ടുള്ള സോങ് അത് മാറ്റിയിട്ട് വേറൊരു സോങ് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് റീപ്ലേ സോങ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതാണ് ഇത് പറയുന്നത്. ട്രിം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അത് കട്ട് ചെയ്തിട്ട് ട്രിം ചെയ്തിട്ട് അതങ്ങ് മാറ്റാൻ സാധിക്കും. അത് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഓക്കെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഏറ്റവും ടോപ്പിലത്തെ ഓപ്ഷനാണ് കേട്ടോ. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, എരസ് സോങ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുന്ന നമുക്ക് ഇതുപോലൊക്കെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഒരു ഇതേമാതിരി ഒരു പേജ് നമുക്ക് പോപ്പപ്പ് ഇതേമാതിരി തന്നെ വരും. അതപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കൺഫേം ചേഞ്ച് എന്നുള്ള ഒരു ഇതുമാതിരിയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ തൊട്ട് താഴെയായിട്ട് അത് വിശദമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയില്ലേലും ഒരു കുഴപ്പമില്ല. ആ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു കോളം കാണാം അല്ലേ. ആ കോളത്തിൽ ടിക്ക് ചെയ്യണം. ഇതിൽ ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അത് എൻ്റെ അടുത്ത് വന്ന സാധനമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെ അത് ഓരോന്ന് ഞാൻ സ്ക്രീൻഷോട്ട് മേടിച്ചുകൊണ്ട് അത് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിച്ചതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കോപ്പിറൈറ്റ് എൻ്റെ ഒറ്റ ഒരു ഇതിലും വന്നിട്ടില്ല. അത് വിശദമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, എനിക്ക് വന്നിട്ടില്ല. അത് അങ്ങനെയുള്ളതല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ഇപ്പൊ ഇവിടെയായിട്ട് കാണുന്ന ഈ കോളത്തിൽ നിങ്ങളൊന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിയുന്ന തന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് അതിന്റെ ഈ പേജിന്റെ റൈറ്റ് സൈഡിലായിട്ട് ക്യാൻസൽ എന്നുള്ളതുണ്ട്. ക്യാൻസലിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കൺഫേം ചേഞ്ച് എന്നുള്ളത്, അതായത് കൺഫേം ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും. അതായത് ഈ കോളത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കൺഫേം ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരും. അപ്പൊ ആ ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മാറിക്കിട്ടും, അത് മാറ്റിക്കിട്ടും. ഓക്കെ. എന്തിന്റെയാണ്, നമ്മൾ ലൈവ് ചെയ്തതിന്റെയാണ് ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് ഈ ലൈവിന്റെ നമ്മൾ മാറ്റിയില്ല. ഇതേ രീതിയിൽ തന്നെയാണ് വീഡിയോയ്ക്കായാലും ഷോർട്ട് വീഡിയോയ്ക്കായി, അതായത് ലോങ് വീഡിയോയ്ക്കായാലും ഷോർട്ട് വീഡിയോയ്ക്കായാലും എല്ലാം മാറ്റുന്ന ഇതേ രീതിയിൽ തന്നെയാണ്. അതിനപ്പം ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യമാണ്, ഞാൻ ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ആദ്യമേ ലോങ് വീഡിയോയ്ക്കാണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോയുടെ ഓപ്ഷനിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഫിൽറ്റർ എന്നുള്ളതിൽ ടച്ച് ചെയ്ത് അപ്പം കോപ്പിറൈറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അങ്ങനെ കോപ്പിറൈറ്റിൽ ടച്ച് ചെയ്ത് കഴിയുന്ന ഏത് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ ആ കോപ്പിറൈറ്റ് ഉള്ള ലോങ് വീഡിയോ അവിടെ കാണിക്കും. അപ്പൊ അത് ഇതേ രീതിയിൽ തന്നെയാണ് പിന്നെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇതേ രീതിയിലാണ് ഷോർട്ട് വീഡിയോയ്ക്കായാലും ലോങ് വീഡിയോയ്ക്കായാലും ലൈവിനായാലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് ചെയ്യുന്ന രീതി അല്ലേ. ഇതിപ്പം കോപ്പിറൈറ്റ് മാറ്റുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതേ രീതിയിൽ തന്നെയാണ് കോപ്പിറൈറ്റ് മാറ്റുന്നത്. പക്ഷെ ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഈ
പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലേ? ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നില്ലേ? അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒരിടത്ത് ചെയ്തിട്ടുള്ള വീഡിയോയുടെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതപ്പം റീയൂസ്ഡിൽ വരും. റീയൂസ്ഡിൽ വരും. അത് ഞാൻ എടുത്ത് യൂസ് ചെയ്തതല്ലേ? ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അത് റീയൂസ്ഡിൽ വരും. പക്ഷെ അത് വരാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മെയിൻ ഇത് മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് അല്ലേ? അപ്പോൾ ഈ മുന്നേ കാണുന്ന ഇതാണ് എൻ്റെ മെയിൻ വീഡിയോ. അപ്പോൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന അത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി അത് കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ചെയ്യുന്നു എങ്കിൽ പോലും അത് റീയൂസ്ഡ് കണ്ടന്റിൽ വരത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ വീഡിയോ ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇതാണ് എൻ്റെ മെയിൻ വീഡിയോ, അതുകൊണ്ട് അത് വരത്തില്ല. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇതേ രീതിയിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ചേഞ്ചിങ് വരുത്തി, അതായത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ ചേഞ്ചിങ് വരുത്തി അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ വരത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.